നമുക്കിന്ന് വീട്ടിൽ തന്നെ ചിക്കൻ അൽഫാം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു സവോള എല്ലാം കൂടി നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത ഈ ഗ്രേവി നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇച്ചിരി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള അളവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരും കൂടെ ചേർത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണം. ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ കുറച്ച് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴാണ് ആ മാരിനേറ്റ് ചെയ്തതൊക്കെ നന്നായിട്ട് സെറ്റായി ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ആ സമയത്ത് നമുക്ക് അടുപ്പ് ഉണ്ടാക്കാൻ പോവാം. പുറത്ത് ഗ്രില്ല് ചെയ്യണമല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സൊക്കെ ഒത്തുകൂടി നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പം ഒരു പ്രത്യേക വൈബാണല്ലോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന പോലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഓയിലൊക്കെ ഇടയ്ക്ക് തൂത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ച് കാണുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ അപാകതകളൊക്കെ വരുമല്ലോ. പക്ഷേ സംഭവം ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ അതിനിടയ്ക്ക് ലെമണും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ ഇച്ചിരി പുളിപ്പും കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണല്ലോ. എന്തായാലും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന 4-5 പേര് അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ എല്ലാവരും കൂടി വീട്ടിലൊക്കെ ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഗ്രില്ല് ചെയ്ത് നോക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും അടിപൊളി ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി.